എന്താ അരിച്ചു പോകണമെന്നുണ്ടോ? തക്കാളിൻ്റെ ഉള്ളിൽ നല്ല അസൽ പുഴിയാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് വേണമെന്ന് വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ ഈ കേട് വന്നു പോയ അതിൻ്റെ ടെറസിലെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അത് അത്യാവശ്യം അതിൽ നിന്ന് അത്യാവശ്യം വിളവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ മനഃപൂർവ്വം ശ്രദ്ധിക്കാതായിട്ട് നശിച്ചു പോയ കുറച്ച് ചെടികളാണ്. സാരമില്ല, ഇത് ഇങ്ങനെ നശിച്ചു പോകാനൊന്നും ഞാൻ സമ്മതിക്കൂല, അത് വേറെ വിഷയം. എന്നാലും ഞാൻ എത്ര തിരിഞ്ഞു നോക്കാതെ നിന്നിട്ട് മുളകൊക്കെ ഇപ്പോഴും കായ്ച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏകദേശം തക്കാളിയും പയറും മുളകും ചീരയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാലാവധി എന്തായാലും ചെടികളെ പോലെ അല്ലല്ലോ, പച്ചക്കറികൾ ഒരു സമയം കഴിഞ്ഞാൽ അതിൻ്റെ കായ്ഫലം കുറയുമല്ലോ. അപ്പോൾ ഇനി എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പുതിയ പച്ചക്കറി ചെടികൾ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. കുറച്ച് മണ്ണൊക്കെ സംഘടിപ്പിക്കാനുണ്ടായിരുന്നു, മണ്ണില്ലാത്ത വിഷയം നന്നായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മളെ പച്ചക്കറി കൃഷി ടെറസിൻ്റെ മുകളിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാന്. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. അതായത് നമ്മളെ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഈ വീഡിയോ ഇപ്പം കാണുന്നത് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തക്കാളി ചെടിയൊക്കെ നിറഞ്ഞ്, അതായത് നിറച്ചും കായ് തന്നതിന് ശേഷം ഇതാ അതിന്നൊക്കെ ചില സമയത്ത് പറിച്ചതൊക്കെ ഞാൻ വീഡിയോ എടുത്തിങ്ങനെ, ചില സമയത്ത് പറിക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റലില്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് മരത്തിൽ നിന്ന് തന്നെ തക്കാളിയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നേരത്തെ കാണിച്ച പുഴ വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും പുഴുണ്ട്. ഞാൻ അത് ഇങ്ങനെ പഴുത്തതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിരുന്നും ട്രിപ്പ് പോക്കും എല്ലാം കൂടെ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇതിലിങ്ങനെ പുഴുവിനൊക്കെ കാണുന്നത്. കണ്ടിട്ട് അറപ്പ് തോന്നി. എന്നാലും നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയതല്ല, ഏകദേശം അതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കാത്തതാണ്. ഇനി എന്തായാലും ഇങ്ങനൊന്നും കേട് വന്ന് പോകാനുള്ളൊരു ചാൻസ് എന്തായാലും ഉണ്ടാക്കൂല. അപ്പോൾ തക്കാളിയൊക്കെ കേട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി പിഴിഞ്ഞെന്നുള്ളൂ, വെറുതെ കേട് വരുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ പ്ലാന്റിങ്ങും കാര്യങ്ങളും മേലെ തുടങ്ങും. ഇത് ഇപ്പോൾ ജസ്റ്റ് ഇതുവരെ ചെയ്തതൊക്കെ ജസ്റ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന തക്കാളി അങ്ങനെ പാകിയിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. മുളകായാലും തക്കാളി ആയാലും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ചൊക്കെ ഒരു കെയർ കൂടുതൽ കൊടുത്തിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിലുള്ളത്. അതിന് കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കാണാൻ താല്പര്യമുള്ള നമ്മൾ കൂട്ടത്തിലുണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോക്കും റീച്ച് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനി വരാം. ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനും പറയാനൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.